അങ്ങനെ നവ്യയുടെ ഉള്ളിലെ ആ ഒരു പഴയ അഹങ്കാരം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ആദർശിനെ വിവാഹം കഴിച്ച് ഈ വീടിന്റെ ഐശ്വര്യം അനുഭവിക്കാൻ പ്ലാനിട്ടതായിരുന്നു. പക്ഷേ ഒടുവിൽ അബിയുടെ ഭാര്യയായി ഇവിടെ എത്തിയപ്പോൾ മുതൽ നവ്യയുടെ ഏക ലക്ഷ്യം ഇവിടെ ഒരു റാണിയായി വാഴുക എന്നതായിരുന്നു. മോഡലിങ്ങും കാര്യങ്ങളായി നടന്നുകൊണ്ട് തന്നെ ഇപ്പോഴും നവ്യയ്ക്ക് അവളുടെ ആഡംബരങ്ങളിലും കണ്ണാടിക്ക് മുന്നിലെ മേക്കപ്പിലുമാണ് മുഴുവൻ ശ്രദ്ധ. സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്ത നവ്യ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞ് മെല്ലെ ബെഡിൽ നിന്നും താഴെ ഇറങ്ങി മുട്ടിലഴിഞ്ഞു പിടിച്ചു നിന്നും വീടിനുള്ളിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടം ഉറപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഒരു ടേബിളിലും കസേരയിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ എഴുന്നേൽത്ത് നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു. ആ സമയം നോക്കിയാണ് പാവം ചന്തുമോൾ അങ്ങോട്ടേക്ക് വന്നത്. കുഞ്ഞുങ്ങളെ കാണാനും കളിപ്പിക്കാനും അവൾക്ക് എപ്പോഴും വലിയ ഇഷ്ടമായിരുന്നു. നോക്കുമ്പോൾ കുഞ്ഞ് ആ കസേരയിൽ പിടിച്ചു നിൽക്കുന്നതാണ് ചന്തുമോള് കണ്ടത്. കസേരയുടെ ബാലൻസ് തെറ്റി അത് കുഞ്ഞിൻ്റെ മേലേക്ക് മറിയാൻ പോകുന്നു. അയ്യോ വാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ടതിനെ ചന്തുമോട് ഓടിച്ചെന്നപ്പോഴേക്കും കസേരയും കുഞ്ഞും നിലത്ത് വീണ് കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ചന്തുമോൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു പൊക്കി. അയ്യോ വാവയ്ക്ക് എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചു കൊടുത്തിനെ അവൾ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. കുഞ്ഞ് കരയുന്നത് കണ്ട നവ്യയുടെ സമനില തെറ്റി. ചന്തുമോളുടെ നേർക്ക് അലറിക്കൊണ്ടാണ് അവൾ വന്നത്. എടി നീ എൻ്റെ കുഞ്ഞിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുകയാണോടി? നിന്നോട് ആരാടി ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് നവ്യ അവളോട് ഒരുപാട് ചൂടായി. നവ്യമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല. വാവ വീഴാൻ പോയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നതാ. ഞാൻ ഒരിക്കലും സത്യമായിട്ടും വാവയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ചന്തുമോള് കരഞ്ഞു പറഞ്ഞിട്ട് പോലും നവ്യ അതൊന്നും തന്നെ കേട്ടില്ല. നവ്യക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ പാവം കൊച്ചിനെ കിട്ടിയപ്പോൾ അവൾ നിർദ്ദയം തന്നെ ആക്രോശിച്ചു. കരയുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ പോലും നോക്കാതെ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ കൊച്ചിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കിവിടെ സുഖമായിട്ട് വാഴാമല്ലോ. അതാണോടി നീ കരുതിയത്? നീ വന്നത് എന്തിനായെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് അവൾ ചന്തുമോളെ ഒരുപാടധികം മാനസികമായി തന്നെ വേദനിപ്പിച്ചു. മേലാൽ ഇനി നീ എൻ്റെ മുറിയിൽ കയറി പോവരുത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്നെ മനഃപൂർവ്വം തന്നെ അവർ അവിടെ നിന്നും വിട്ടതാണോടി എൻ്റെ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ നവ്യ ഒരുപാട് ബഹളം വെക്കാണ് ചന്തുമോളുടെ നേർക്ക്. എന്നാൽ ഈ ഒച്ചയെല്ലാം കേട്ടുകൊണ്ടായിരിക്കും നയന അങ്ങോട്ടേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്തുമോളെ കണ്ടപ്പോൾ നയനക്ക് വല്ലാത്ത സങ്കടമായി. ചേച്ചി കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൾ അറിഞ്ഞുകൊണ്ട് വാവയെ വീഴിപ്പിച്ചതൊന്നുമല്ല. നയന പറഞ്ഞത് കേട്ടിട്ട് നവ്യക്ക് വീണ്ടും കലിപ്പ് കയറി. തനിയെ വീഴുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവൾ വലിച്ചഴിച്ച് താഴെ ഇട്ടതാണെന്ന് നവ്യ നുണ പറയാണ്. ഇല്ല നയനാമേ, ഞാൻ ഒരിക്കലും വലിച്ചിട്ടിട്ടില്ല എന്ന് ചന്തുമോൾ ആവർത്തിച്ചു പറഞ്ഞു. നയന ഉടനെ തന്നെ ചോദിച്ചു, ചേച്ചിക്ക് ഇവിടെ എന്താ ജോലി? കുഞ്ഞ് നടക്കുമ്പോൾ ഒന്ന് നോക്കാൻ പോലും എന്താ ചേച്ചിക്ക് വയ്യേ? ചേച്ചിക്ക് ഇപ്പോഴും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനയെ നവ്യയെ കുറ്റപ്പെടുത്തു. അത് കേട്ടതോടുകൂടി തന്നെ നവ്യക്ക് ദേഷ്യം കൂടി. ഞാൻ കണ്ണാടിക്ക് മുന്നിൽ ഇരുന്നാൽ നിനക്ക് എന്താടി പ്രശ്നം? ഈ മോഡലിങ്ങിന് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നതും ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതും. ഇതൊന്നും നിന്റെ ആദർശം എനിക്ക് വാങ്ങി തന്നതൊന്നുമല്ല എന്ന് നവ്യ തർക്കിക്കും പോലെ മറുപടി നൽകി. ചേച്ചിയുടെ കുഞ്ഞിനെ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ആരെങ്കിലും നോക്കിക്കോളും എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും നമുക്ക് ഇട്ടു പോവുകയാണ് എന്ന് നയന പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അമ്മയും ഭർത്താവും കൂടെയുണ്ടെന്നും ഞാൻ ജോലിക്ക് പോകുന്നതെല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടാണെന്നും നവ്യ മറുപടി നൽകി. ചന്തുമോൾ ആദർശിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ? ആദർശിൻ്റെ ബാങ്ക് ബാലൻസ് ഒക്കെ കണ്ടിട്ടല്ലേ നീ ഇവളെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിച്ചപ്പോൾ നയനക്കത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. ആദർശേട്ടനെ കുറിച്ച് ഇനി ഒരക്ഷരം പോലും ചേച്ചി പറയരുത് എന്ന് നയന അവൾക്ക് താക്കീത് നൽകി. നവ്യ അങ്ങനെ ദേഷ്യപ്പെട്ട് ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കട്ടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ ഉടനെ തന്നെ ജലജയോട് പരാതി പറഞ്ഞു. ചന്തുമോൾ വന്ന് കുഞ്ഞിനെ തള്ളിയിട്ടു എന്നും അത് ചോദിച്ചപ്പോൾ നയന തൻ്റെ തലയിൽ കയറുവാണെന്നും നവ്യ പറഞ്ഞു കൊടുത്തു. നമ്മുടെ കുഞ്ഞിനെ അവർ തള്ളിയിട്ടെന്നോ? എങ്കിൽ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ജലജ ഭയങ്കര ദേഷ്യത്തിലാണ്. അനന്തപുരിയിൽ അവൾക്ക് അധികാരം കൂടുന്നുണ്ട്. അത് ഞാൻ ഇന്ന് തന്നെ ഇല്ലാതാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടായിരിക്കട്ടെ ജലജ നേരെ താഴേക്ക് പോകുന്നത്. താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന ചന്തുമോളുടെ അടുത്തേക്ക് ജലജ ചെന്നുകൊണ്ട് തന്നെ അവളെ വിരട്ടി. നീ എന്തിനാടി എൻ്റെ കുഞ്ഞിനെ തള്ളിയിട്ടത് എന്ന് ചോദിച്ചപ്പോൾ പാവം കൊച്ച്, ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നവ്യാൻ്റെ ചുമ്മാ പറയുന്നതാ. ഞാൻ ഒരിക്കലും കുഞ്ഞിനെ തള്ളിയിട്ടിട്ടില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ജലജ അതൊന്നും തന്നെ കേട്ടില്ല. നിന്നോടിനി ആ മുറിയിൽ കയറരുത് എന്ന് പറഞ്ഞതല്ലേ? അവിഹിതത്തിലുണ്ടായ നീ എന്തിനാടി ഞങ്ങളുടെ കൊച്ചിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ ആ കുഞ്ഞിനെ നിർത്താതെ അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയെ നിർത്ത് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ, ഓ വന്നല്ലോ കുഞ്ഞിൻ്റെ രക്ഷക എന്ന് ജലജ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു.
എടി, ഈ കുഞ്ഞിനെ തല്ലാൻ നിനക്കൊരു അധികാരവുമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അധികാരം ആദർശനും നയനക്കുമല്ലേ ഉള്ളൂ എന്ന് ജലജ തർക്കിച്ചു. നിന്റെ അഹങ്കാരം നിർത്തി ഇവിടെ നിന്നും പോ ജലജയെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് കണക്കിന് പറഞ്ഞോളാമെന്നും പറഞ്ഞുകൊണ്ടതിനെ ജലജ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. എന്നാൽ മറ്റൊരു വശത്ത് അനിയും നന്ദുവും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. നവീൻ ഏൽപ്പിച്ച ദൗത്യം അനിയുടെ മനസ്സിൽ ഒരു കല്ല് പോലെ തന്നെ കിടക്കുന്നുണ്ട്. നന്ദുവിനെ നവീന് വേണ്ടി ആലോചിക്കണം. പക്ഷേ അനിക്കത് പറയാൻ മടിയായിരുന്നു. നവീൻ സ്മാർട്ടായ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന്. ആ പെൺകുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും അത് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നവീൻ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും അനി പറഞ്ഞപ്പോൾ നവീനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യവതിയാണെന്ന് നന്ദു മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അനിയുടെ ഉള്ളിലെ ഭയം കൂടി. നന്ദു തന്നെയാണല്ലോ ആ പെൺകുട്ടി എന്ന കാര്യം അവൾ അറിയുന്നില്ലല്ലോ. ഇതേ സമയത്തന്നെ അനന്തപുരിയിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കാൻ പോവാണ്. ആദർശ് ഗൾഫിലേക്ക് പോയതിനു ശേഷം ആദർശിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അബിക്കൊരു ഫോൺ കോൾ വരുന്നത്. ആദർശ് ദുബായിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ട് ജയിലിലായി എന്നറിഞ്ഞപ്പോൾ അബിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അവൻ ആ രഹസ്യം ജലജയോട് മാത്രമായി പറഞ്ഞു. ഇത് കേട്ട് ജലജയ്ക്ക് വലിയ ആവേശമായി. ഇപ്പോൾ തന്നെ ചെന്ന് എല്ലാവരോടും ഈ സന്തോഷ വാർത്ത പറയണമെന്ന് അവൾ പറഞ്ഞു. പക്ഷേ അബി തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഇപ്പം നമ്മളായിട്ടൊന്നും പറയണ്ട. നയന ഇത് നേരിട്ട് അറിഞ്ഞ് ഷോക്ക് ആവട്ടെ. അതാവുമ്പോൾ അവളുടെ വയറ്റിലെ കുഞ്ഞുമങ്ങ് ഇല്ലാതായിക്കോളുമെന്ന് അബി ക്രൂരമായി തന്നെ ചിന്തിച്ചു. ആദർശ് അവിടെ കിടന്ന് നശിക്കട്ടെ എന്നും ജലജ കരുതി. ഇതിനിടയിലാണ് ദേവയാനി കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. ചന്തുമോളെ തല്ലിയത് ജലജയാണെന്നറിഞ്ഞപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ചെന്നു. അബിക്ക് അനഘയിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോളി എന്ന സത്യം വ്യക്തമായ തെളിവോടുകൂടി തന്നെ ജലജയോട് പറയാൻ തന്നെ ദേവയാനി ഒടുവിൽ തീരുമാനിച്ചു. അവർ ദേഷ്യപ്പെട്ട് ജലജയുടെ മുറിയിലേക്ക് വിളിച്ചു കൊടുത്തതിനെ വാതിലടച്ചു. എടി, നീ തല്ലിയത് നിന്റെ മകന്റെ കുഞ്ഞിനെ തന്നെയാണ്. ദേ ഇത് കണ്ടോ DNA റിപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുത്തതിനെ ആ റിപ്പോർട്ടെല്ലാം തന്നെ ദേവയാനി ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അബിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദർശ് ഇതെല്ലാം പുറത്തു പറയാത്തത് എന്നും സ്വന്തം മകനുണ്ടായ കുഞ്ഞിനെയാണ് നീ ഇന്ന് ഉപദ്രവിച്ചത് എന്നും ദേവയാനി തുറന്നു പറഞ്ഞു. ഇത് കേട്ട ജലജ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. അബി ഇതെല്ലാം തന്നെ ഫോണിലൂടെ സംസാരിക്കുന്നത് ജലജ അറിഞ്ഞുകൊണ്ട് തന്നെ കേൾക്കുകയും ചെയ്തു. ജലജ മെല്ലെ അബിയുടെ അടുത്തേക്ക് ചെന്നു. എടാ വൃത്തി കെട്ടവനെ എന്നൊക്കെ വിളിച്ചു കൊടുത്തിന് ജലജ അബിയുടെ മേലങ്ങ് പൊട്ടിത്തെറിക്കാണ്. എടാ, നിന്റെ കുഞ്ഞാണല്ലേ ആ ചന്തുമോള്, എന്നിട്ട് നീ അത് ആദർശിൻ്റെ തലയിലങ്ങ് കെട്ടിവെക്കാൻ നോക്കി. എടാ വൃത്തി കെട്ടവനെ, നാണം കെട്ടവനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ അവനെ ഇട്ട് പൊതിരെ തല്ലിയാണ്. നവ്യ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തല കാണില്ല. അമ്മയായ എന്നോട് പോലും നീ ഇത് മറച്ചു വെച്ചല്ലോടാ എന്നും പറഞ്ഞ് ജലജ ആകെ തകർന്നു പോവാണ്. നിന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും തന്നെ സമാധാനം കിട്ടില്ല. സമാധാനമായി നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ അബിയെ ശപിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. അങ്ങനെ അനന്തപുരിയിലെ അകത്തളത്തിൽ അബി നട്ടുവളർത്തിയ ചതീര മരങ്ങൾ ഓരോന്നോരോന്നായി കടപുഴകി വീഴാൻ തുടങ്ങുകയാണ്. ജലജയുടെ ആക്രോശങ്ങൾക്ക് മുന്നിൽ ആദ്യമൊന്ന് അബി പതറിയെങ്കിലും അബി പെട്ടെന്ന് തന്നെ തൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു. അമ്മേ, ഈ സത്യം ഇവിടെ ഈ മുറിക്കുള്ളിൽ തന്നെ തീരണം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഈ പടിക്ക് പുറത്തായിരിക്കുമെന്ന് അവൻ പല്ലു ഞെരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ജലജയുടെ ഉള്ളിൽ ഒരേ സമയം കുറ്റബോധവും ഭയവും ഇരുമ്പുന്നുണ്ടായിരുന്നു. താൻ സ്വന്തം ചോരയാണ് ഇത്ര കാലം പടിക്ക് പുറത്ത് നിർത്തിയത് എന്നും ആ പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹത്താണ് തൻ്റെ കൈകൾ പതിഞ്ഞത് എന്നും ഓർക്കുമ്പോൾ അവളുടെ ഉള്ളൊന്നു പൊള്ളി. പക്ഷേ അബിയുടെ ഭീഷണിക്ക് മുന്നിൽ ജലജയ്ക്ക് തൽക്കാലം മൗനം പാലിക്കേണ്ടി വന്നു. ഇതേ സമയത്തിന് ദുബായിൽ നിന്നും ഒരു അപ്രതീക്ഷിത അതിഥി അനന്തപുരിയുടെ പടിവാതിൽ കിടന്ന് എത്തുകയാണ്. അത് മറ്റാരുമല്ല, ആദർശിൻ്റെ ഉറ്റ സുഹൃത്തായ രാഹുലായിരുന്നു. ആദർശ് ജയിലിലായ വാർത്ത കേട്ട് തളർന്നിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് രാഹുൽ ചെന്നു. നയന, ആദർശ് ഒരിക്കലും കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ കുടുക്കിയത് ഈ വീട്ടിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ്. രാഹുൽ ആ ഒരു സത്യം നയനയോട് വെളിപ്പെടുത്തിയപ്പോൾ നയനയുടെ ഉള്ളിൽ സംശയത്തിൻ്റെ നിഴൽ അബിയുടെ മേൽ പൊതിഞ്ഞു. ആദർശിനെ രക്ഷിക്കാനുള്ള തെളിവുമായി രാഹുൽ വന്നതോടുകൂടി തന്നെ അബിയുടെ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു തുടങ്ങി. പിറ്റേന്ന് രാവിലെ അനന്തപുരിയിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്ന അനഘയ്ക്ക് ബോധം തിരികെ കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത അബിയെ തേടിയെത്തി. അവർ പരിഭ്രാന്തിയായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. അനഘ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സർവ്വസ്വത്തും നഷ്ടമാവുമെന്ന് അവൻ ഭയന്നു. പക്ഷേ അവൻ ആശുപത്രിയിലെത്തുമ്പോഴേക്കും നയനയും മുത്തശ്ശനും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അനഘയുടെ കണ്ണുകൾ അബിയെ കണ്ടപ്പോൾ ഭയം കൊണ്ട് വിറച്ചു. എങ്കിലും നയനയുടെ കൈകൾ തരുന്ന ധൈര്യത്തിൽ അവൾ മെല്ലെ ചുണ്ടുകൾ ചലിപ്പിച്ചു. അബി, ഇവനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ചന്തുമോളുടെ അച്ഛൻ ഇവനാണ് എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അനന്തപുരിയുടെ ഉമ്മറത്ത് എല്ലാവരും കൂടി നിൽക്കുന്ന വേളയിൽ ആദർശ് മടങ്ങിയെത്തുന്നു. കുറ്റവിമുക്തനായി തിരിച്ചെത്തിയ ആദർശിനെ കണ്ട നയനയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അബി ചെയ്ത ക്രൂരതകൾ ഓരോന്നോരോന്നായി തെളിവുകൾ സഹിതം തന്നെ ആദർശ് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കാണിച്ചു. നവ്യ തൻ്റെ ഭർത്താവിൻ്റെ തനി നിറം കണ്ട് ആകെ തകർന്നു പോയിരുന്നു.
പണത്തിനും പ്രതാപത്തിനും വേണ്ടി താൻ സ്നേഹിച്ച മനുഷ്യർ ഇത്ര വലിയൊരു ക്രിമിനലായിരുന്നു എന്ന് അവൾക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമെല്ലാം എല്ലാവരും തിരിച്ചറിയുന്നതോടുകൂടി തന്നെ ജലജയ്ക്കും അഭിക്കും അനന്തപുരിയുടെ പടിയിറങ്ങേണ്ടി വന്നു. അങ്ങനെ അഭിയെയും ജലജയെയും അനന്തപുരി തറവാട്ടിൽ നിന്നും പടിയിറക്കി വിട്ടതിനു ശേഷം അനഘയെയും ചന്തുമോളെയും അനന്തപുരിയുടെ മരുമക്കളായും മകളായും തന്നെ ആദർശം നയനയും ചേർത്ത് പിടിച്ചു. അങ്ങനെ ഇത്ര കാലം അവിഹിതമെന്ന മുദ്ര കുത്തപ്പെട്ട ചന്തുമോൾ ആ വീടിന്റെ ഐശ്വര്യമായി മാറി. തിന്മയുടെ മേൽ നന്മ വിജയിക്കുന്ന കണ്ണീരും പുഞ്ചിരും കലർന്ന ആ നിമിഷം അനന്തപുരിക്ക് പുതിയൊരു പുലരി തന്നെ സമ്മാനിച്ചു. അനന്തപുരിയുടെ അകത്തളത്തിൽ അഭി നെയ്തുകൂട്ടിയ ചതിയുടെ ഓരോ നൂലിഴകളും അഴിഞ്ഞു വീഴുന്ന കാഴ്ചയായിരുന്നു അത്. അനഘയുടെ വെളിപ്പെടുത്തൽ ഒരു കൊടുങ്കാറ്റായി ആ തറവാടിനെ പിടിച്ചുലച്ചു. അഭിയുടെ ക്രൂരതകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ നവ്യയുടെ ഉള്ളിലെ ആ അഹങ്കാരമെല്ലാം തന്നെ തകർന്നു തരിപ്പണമായി പോയി. പണത്തിനും ആഡംബരത്തിനും വേണ്ടി താൻ സ്നേഹിച്ച പുരുഷൻ ഇത്രയും വലിയൊരു ചതിയനായിരുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. ആദർശ് ദുബായിൽ നിന്നും കുറ്റവിമുക്തനായി തിരിച്ചെത്തിയ ആ നിമിഷം അഭിയുടെയും ജലജയുടെയും മുഖംമൂടികളെല്ലാം തന്നെ പാഴെ